അറിയില്ലേ? ഇന്നെൻ്റെ മമ്മ നമ്മളുടെ സ്റ്റോളിയിലെ ക്രാബാണ് കുക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. എല്ലാത്തിനും കഴിക്കാൻ പറ്റും. ഇന്ന് മമ്മ ക്രാബ് കുക്ക് ചെയ്യുന്നതിന് നാണുക്കോയും എന്തായിരുന്നു എടുക്കുന്നത് ഞാൻ സംസാരിക്കണേ. അപ്പോൾ മമ്മ ഇങ്ങനെ ഈ സ്പെഷ്യൽ ക്രാബ് കുക്ക് ചെയ്തത് നോക്കാം. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ വീഡിയോ കാണാം. ഇന്നത്തെ ക്രാബ് സ്പെഷ്യൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇത് തേങ്ങാപ്പാലിലാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. മെയിൻലി ഇതിന് ചെറിയുള്ളിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയുള്ളി വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു ബൗൾ ഫുള്ളായിട്ട് ചെറിയുള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഓരോ ടേബിൾ സ്പൂണ്. ഒരു 4 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1 kg ക്രാബ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഐറ്റം ക്രാബാണ്. പിന്നെ നമ്മളെ മസാലപ്പൊടികൾ കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്. മഞ്ഞൾപ്പൊടി 3/4 ടേബിൾ സ്പൂണ്. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്കൊരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നിങ്ങനെ വാട്ടിയെടുക്കാം. അതൊന്നായതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ചെറിയുള്ളിയിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് വെല്ലുള്ളിയിൽ വേണമെങ്കിലും കുക്ക് ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചെറിയുള്ളിയിലാകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. ഇതൊന്നായതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇത് ചതച്ച് വെച്ചതാണ്. നമ്മൾ പേസ്റ്റ് ആക്കുന്നതും ചതക്കുന്നതും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇത് ചതച്ച് വെച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്നായതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. ഇതൊരു വലിയ സൈസ് തക്കാളി ആണ് ഇട്ടിട്ടുള്ളത്. എല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നതിന് ശേഷം നമ്മുടെ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, പിന്നെ ജീരകപ്പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിക്കൊക്കെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നോർമൽ മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഞണ്ടിലേക്കൊക്കെ ഇടുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കണം. ഞണ്ടിൽ പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടും. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാൻ. അങ്ങനെ നമ്മുടെ മസാലപ്പൊടിയൊക്കെ നായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഞണ്ട് ഇട്ട് കൊടുക്കാം. ഇവിടെ മസാല ഡ്രൈ ആണെന്ന് തോന്നുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞണ്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കുരുമുളക് പൊടി ആദ്യം ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യണം. ഓൾറെഡി തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കട്ടിയുള്ള ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് വേണം ഇത് കുക്കാവാൻ. അങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഞണ്ടൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടി പിടിക്കാതിരിക്കാനും വെള്ളം വറ്റിയിട്ടുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് കുക്കാവുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ നമ്മുടെ ഞണ്ടൊക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇന്നത്തെ ഞണ്ട് സ്പെഷ്യൽ നമ്മൾ കഴിക്കുന്നത് അപ്പത്തിൻ്റെ കൂടെയാണ്. ഇത് നമുക്ക് എല്ലാ ഐറ്റത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു മണവും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ ഉള്ളി യൂസ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നും കൂടി ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് വരുന്നത്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ ഇരുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടേക്ക് കെയർ. ബൈ ബൈ.